പോലീസിനെ കണ്ട് MDMA കയ്യിലുണ്ടായിരുന്ന യുവാവ് അത് വിഴുങ്ങുകയും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ യുവാവിൻ്റെ വയറ്റിൽ 3 MDMAയുടെ പാക്കറ്റുകൾ ഉണ്ടെന്നുള്ള സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഒരു പാക്കറ്റിൽ കഞ്ചാവാണെന്നും സംശയമുണ്ട്. മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇംതിയാസ് കരീമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഇംതിയാസ്, ഈ MDMAയുടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഞ്ചാവാണെങ്കിൽ എന്തിന്റെ ഓവർഡോസ് ആണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടവും റിപ്പോർട്ട് വരണം. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? മൃതദേഹം എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? ആര്യ, അക്ഷയ, കോഴിക്കോട് ഇന്നലെയാണ് ഇത്തരത്തിലൊരു രാസലഹരി, അതായത് MDMA അടക്കമുള്ള പാക്കറ്റുകൾ വിഴുങ്ങിയതിനെ തുടർന്ന് ഒരു യുവാവ്, ഷാനിദ് എന്ന 28 വയസ്സുള്ള യുവാവ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തെ ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇത് ശസ്ത്രക്രിയ നടത്തി ഇതെല്ലാം പുറത്തെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ, ഷാനിദിൻ്റെ മരണവും സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ ഒരു പരിശോധനാ റിപ്പോർട്ട്, സ്കാനിംഗ് ഫലം പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ സാധിക്കുന്നത് ഷാനിദ് 3 പാക്കറ്റുകൾ വിഴുങ്ങിയിരുന്നു. അതിൽ 2 പാക്കറ്റുകളിൽ MDMAയും 1 പാക്കറ്റിൽ കഞ്ചാവുമാണ് എന്നാണ് സ്കാനിംഗ് റിപ്പോർട്ടിൽ വിശദമാക്കുന്ന ഒരു കാര്യം. ഇന്നലെ തന്നെ ഡോക്ടർമാർ വിലയിരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് അമിതമായി രാസലഹരി ശരീരത്തിൽ എത്തിയതുകൊണ്ടാണ്, വയറിനകത്തേക്ക് എത്തിയതുകൊണ്ടാണ് എളുപ്പത്തിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഷാനിദ് മരിക്കാനിടയുണ്ടായ ഒരു സാഹചര്യം എന്ന് ഇന്നലെ തന്നെ ഡോക്ടർമാർ വെളിപ്പെടുത്തിയിരുന്നു. അത് കുറച്ചുകൂടെ ഉറപ്പിക്കുന്നതാണ് ഈ സ്കാനിംഗ് റിപ്പോർട്ട് എന്ന് വേണം വ്യക്തമാക്കാൻ. ഇപ്പോൾ കുന്നമംഗലം മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഷാനിദിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായുടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലുടൻ തന്നെ അമ്പായത്തോടിലുള്ള ഇവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. നമുക്കറിയാം, സമീപകാലത്തൊക്കെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അക്രമങ്ങൾ ഉണ്ടാവുന്നു, മരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോഴാണ് താമരശ്ശേരിയിലും ഇന്നലെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ഈ പോലീസ് ഇതിൽ പേരാമ്പ്ര DYSPയുടെ നേതൃത്വത്തിലാണ് ഇനി ഇതിൻ്റെ ബാക്കി അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇദ്ദേഹത്തിന് MDMA കിട്ടുന്ന വഴി ഏതാണ്, അതല്ലെങ്കിൽ ഇതൊരു സംഘമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കാരണം ഇന്നലെ ഒരു വെള്ളിയാഴ്ച ഇവരുടെ ആ സ്ഥലത്ത് അമ്പായത്തോട് പരിസരത്ത് പെട്രോളിംഗ് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസിനെ കണ്ട് ഷാനിദ് ഭയന്ന് ഈ പാക്കറ്റുകൾ അടങ്ങിയവ വിഴുങ്ങുകയും ഭയന്ന് ഓടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പിന്നാലെ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. അതിനു പിന്നാലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമൊക്കെ എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഷാനിദ് മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയം കഴിഞ്ഞാൽ ആരംഭിക്കും. ആര്യ.